18-ാം വയസ്സിൽ വിവാഹം. ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾക്ക് അവിടെ തിരശീല വീണു എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ നിന്നാണ് എന്റെ തുടക്കം. പഠനം പാതിവഴിയിൽ മുടങ്ങുന്ന അവസ്ഥ, ചുറ്റും പരിഹാസത്തിന്റെ കൂരമ്പുകൾ. ഇനിയിപ്പോ എന്ത് പഠിക്കാനാണ്, അടുക്കളയിൽ ഒതുങ്ങേണ്ടവളല്ലേ നീ എന്ന് ചോദിച്ചവർക്കിടയിൽ ശ്വാസം മുട്ടുമ്പോഴും ഉള്ളിലെ കനൽ ഞാൻ അണയാതെ സൂക്ഷിച്ചു. ഒരു അധ്യാപികയായി തുടങ്ങിയ ആ യാത്ര അവിടെ അവസാനിച്ചില്ല. ജോലി ചെയ്തുകൊണ്ട് തന്നെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിച്ചെടുത്തു. ഓരോ സർട്ടിഫിക്കറ്റും എന്റെ പോരാട്ടത്തിന്റെ അടയാളങ്ങളായിരുന്നു. അധ്യാപിക എന്ന നിലയിൽ നിന്ന് മോട്ടിവേഷൻ സ്പീക്കർ എന്ന പദവിയിലേക്കുള്ള ദൂരം ഞാൻ അളന്നത് എന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. അധ്യാപികയായി തുടങ്ങിയപ്പോൾ ചിലർ ചോദിച്ചു, ഈ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയാണോ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇത് നിർത്തിക്കൂടെ എന്ന്. അവർ കാണുന്ന ആ ചെറിയ സംഖ്യ എനിക്ക് വെറും ഒരു ശമ്പളമല്ല, അതെന്റെ വിയർപ്പിന്റെ വിലയാണ്. എനിക്കത് കോടികളെക്കാൾ മൂല്യമുള്ള എന്റെ ആത്മാഭിമാനമാണ്. ഇന്ന് കൊച്ചുകുട്ടികൾക്ക് മുന്നിലും വലിയ സദസ്സുകളിലും മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുമ്പോൾ ആ കണ്ണുകളിൽ ഞാൻ കാണുന്ന പ്രതീക്ഷയാണ് എന്റെ വിജയം. പ്രതിസന്ധികളിൽ തളരാതെ എനിക്ക് കരുത്തായി നിന്ന എന്റെ ഭർത്താവും എന്റെ കുടുംബവുമാണ് ഈ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ ശില്പികൾ. ലോകം നിങ്ങളെ തളർത്താൻ നോക്കും, പരിഹസിക്കും, പക്ഷേ നിങ്ങൾ ജയിച്ചു കാണിക്കണം. കണ്ണീരിനെ കനലാക്കി മാറ്റുക. വീണു കിടക്കുന്ന ഇടമാണ് നിന്റെ ശവപ്പറമ്പ് എന്ന് പറയുന്നവർക്ക് മുന്നിൽ അത് നിന്റെ വളർച്ചയുടെ വളർക്കൂറുള്ള മണ്ണാണെന്ന് തെളിയിക്കുക. വേദനകളെ ശക്തിയാക്കി മാറ്റുക. ടേൺ യുവർ പെയിൻ ഇൻടു പവർ. നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി പിടിച്ച് അലറിക്കൊണ്ട് പറയുക, ഇത് എന്റെ സമയമാണെന്ന്. റസിക സ്പീക്സ് ഫ്രം പെയിൻ ടു പവർ. താങ്ക് യു.